ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ. പെരിന്തൽമണ്ണ നഗരത്തിലെ പെർമിറ്റുള്ള 946 വാഹനങ്ങളുടെ പെർമിറ്റ് നമ്പർ ക്രമീകരിച്ചു നൽകുന്ന ചടങ്ങ് തറയിൽ സ്റ്റാൻഡിൽ വെച്ച് ജോയിന്റ് RTO ഉദ്ഘാടനം നിർവഹിച്ചു. പബ്ലിക്കിന് മുമ്പിൽ നമ്മളെ തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു കീഴ്വഴക്കമാണ് എന്താ പറയുന്നത്, ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓട്ടോയിൽ കയറുന്ന ഒരാൾ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയുടെയും അതിൻ്റെ ഉടമയെ സംബന്ധിച്ചുള്ള ഫോൺ നമ്പർ സഹിതമുള്ള വിവരങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കാൻ ചെയ്യുന്ന ആൾക്ക് മൊബൈലിൽ എത്തിച്ചേരും. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചാൽ മതി ഏത് ഓട്ടോയിലാണ് പോകാൻ. രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ചും സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ ഈ സ്കാൻ ചെയ്തൊരു വാഹനം കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സുരക്ഷിതമായ ഒരു മനോഭാവം, സുരക്ഷിതമായ ഒരു ഓട്ടോറിക്ഷയിലാണ് നാം കടന്നു പോകുന്നത്, അല്ലെങ്കിൽ സുരക്ഷിതമായൊരു മേഖലയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ആ പൊതുജനത്തിന് തോന്നുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രവൃത്തികളുടെ നിലവാരവും കൂടി ഉയർന്നു കഴിഞ്ഞാൽ ഇത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നടപടിക്ക് തുടക്കം കുറിച്ചു എന്ന് ഇന്നത്തെ ദിവസത്തെ കണക്കാക്കാൻ പറ്റും. 1 മുതൽ 946 വരെ പെർമിറ്റ് സ്റ്റിക്കർ പ്രിന്റ് ചെയ്ത് നൽകുകയും ചെയ്തു. നൽകിയ സ്റ്റിക്കറിൽ QR കോഡ് ഉൾപ്പെടുത്തിയതിനാൽ സ്കാൻ ചെയ്ത വാഹന നമ്പർ, RC ഉടമയുടെ പേര്, പെർമിറ്റ് നമ്പർ എന്നിവ ലഭിക്കുന്ന രീതിയിലാണ് സ്റ്റിക്കർ ക്രമീകരിച്ചിരിക്കുന്നത്. 946 നമ്പറുകളും പ്രത്യേക രജിസ്റ്ററിൽ രേഖപ്പെടുത്തി ജോയിന്റ് RTO പത്മകുമാറിനും ട്രാഫിക് യൂണിറ്റ് SI ജോർജ് കുര്യൻ എന്നിവർക്കും കൈമാറി. 946 വാഹനങ്ങൾക്കും ഈ തരത്തിലാണ് നമ്മൾ സ്റ്റിക്കർ നൽകിയിട്ടുള്ളത്. ഈ സ്റ്റിക്കറുകൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് മുഴുവൻ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക രജിസ്റ്റർ തയ്യാറാക്കിയിട്ട് മോട്ടോർ വാഹന വകുപ്പിലെയും ട്രാഫിക് പോലീസിലെയും ഉദ്യോഗസ്ഥർക്ക് സമർപ്പിക്കുകയാണ് ഇന്ന്. അതാണ് ഇന്ന് നടക്കുന്ന പരിപാടി. നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്റ്റിക്കർ പരിഷ്കരണം പെരിന്തൽമണ്ണ ടൗണിലെ 946 വാഹനങ്ങളുടെ സ്റ്റിക്കർ പരിഷ്കരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം എന്താ വെച്ചാൽ അനധികൃതമായി സർവീസ് നടത്തുന്ന വാഹനങ്ങളെ തടയുന്നതിനും അനധികൃതമായി പെർമിറ്റ് നമ്പറുകൾ ഒട്ടിച്ചോടുന്ന വാഹനങ്ങളുടെ ദുർവീകരണത്തിനും ഒക്കെ പാടെയുള്ള ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടൗൺ വണ്ടികളെ വേർതിരിച്ചറിയുന്നതിന് വേണ്ടി ട്രാഫിക് പോലീസിനും RDOക്കൊക്കെ ടൗൺ വണ്ടികൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഈ സ്റ്റിക്കർ പരിഷ്കരണം. ഇതിൽ വ്യാജമായ സ്റ്റിക്കറുകളുണ്ട്, അതൊക്കെ കണ്ടെത്തി അതിന് വേണ്ട നടപടികൾ എടുക്കുക എന്നുള്ളതാണ്. ഇത് ട്രാഫിക് പോലീസിൻ്റെയും അതുപോലെ തന്നെ നമ്മളെ ജോയിന്റ് RTOമാരുടെയും നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുള്ളത്. ചടങ്ങിൽ CITO രതീഷ് അധ്യക്ഷത വഹിച്ചു. CITO മുനിസിപ്പൽ സെക്രട്ടറി മുബാറക് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജലീൽ നെച്ചിയിൽ നന്ദി പറഞ്ഞു. ട്രാഫിക് SIമാരായ കബീർ VA, മനോജ് മംഗലശ്ശേരി, യൂണിയൻ നേതാക്കളായ INTUC പച്ചീരി സുബൈർ, തെക്കത്ത് ഉസ്മാൻ STU എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു. യാത്രക്കാരുടെ ഉപകാരം എന്ന് പറയുന്നത് അവർക്ക് ടൗണിലുള്ള വണ്ടികൾ തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ സാധനങ്ങളൊന്നും മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വണ്ടി നമ്പർ നോട്ട് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് അവർക്ക് അറിയാൻ പറ്റും. അതുപോലെ പല സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എത്രയോ സാധനങ്ങൾ മറന്ന സാധനങ്ങൾ നമുക്ക് എടുത്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വണ്ടി നമ്പർ പറഞ്ഞാൽ ആ പെട്ടെന്ന് ഗ്രൂപ്പിലിട്ടാൽ ആ ഓട്ടോ ഡ്രൈവറെയും വണ്ടിയെയും കിട്ടിയ സാധനങ്ങൾ തിരിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കള്ള സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഒരുപാട് വണ്ടികൾ ഓടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പുതിയ സ്റ്റിക്കർ കൊണ്ട് അത് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പെരിന്തൽമണ്ണ ടൗണിൽ വേറെ അങ്ങാടിപ്പുറം പഞ്ചായത്ത്, താഴക്കോട് പഞ്ചായത്ത്, ഇങ്ങനെ ഒരുപാട് പഞ്ചായത്തിൽ നിന്നൊക്കെ ഒരുപാട് വണ്ടികൾ ഈ ടൗൺ കേന്ദ്രീകരിച്ച് ഓടുന്നുണ്ട്. അതുകൊണ്ട് പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞാൽ വലിയൊരു ഹോസ്പിറ്റൽ സിറ്റിയാണ്, വലിയൊരു ബിസിനസ് സിറ്റിയാണ്, തിരക്ക് പിടിച്ചൊരു സിറ്റിയാണ്. ഈ 1200 ഓട്ടോറിക്ഷക്കാർക്ക് തന്നെ ഇവിടെ ഓടാനും പാർക്ക് ചെയ്യാനും തന്നെ സൗകര്യം വളരെ കുറവാണ്. ഈ അടിസ്ഥാനത്തിൽ ഇവിടെ അനധികൃതമായിട്ട് ഓടുന്ന എല്ലാ ഓട്ടോറിക്ഷകളെയും പിടിച്ചു കെട്ടാനും അതുപോലെ തന്നെ പിന്നെ മറ്റു തൊട്ട പഞ്ചായത്തിൽ നിന്ന് വരുന്ന എല്ലാ ഓട്ടോറിക്ഷകളും ഇവിടെ നിന്ന് ഓടാൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല.